അവിടെ ഏതൊക്കെ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഇന്നത്തെ ഒരു തിരച്ചിൽ? എത്രത്തോളം ആളുകളുണ്ട്? ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുകയായിരുന്നു സന്നദ്ധ പ്രവർത്തകർ രാവിലെ തന്നെ വലിയ സംഘങ്ങളായി അവിടേക്ക് എത്തുന്നത്. ഒരു ലാഭേച്ഛയും ഇല്ലാതെ ഇത്രയും ദിവസങ്ങൾക്ക് ശേഷവും അവരവിടെ പ്രവർത്തനമൊക്കെ തുടരുകയാണ്. ഇന്നത്തെ തിരച്ചിൽ എങ്ങനെയായിരിക്കും? മധു, ഞാനിപ്പോൾ ചൂരൽമല ബെയിലി പാലത്തിന് സമീപത്താണ് നിൽക്കുന്നത്. ഇന്നലെ ഇവിടെ ജനകീയ തിരച്ചിലായിരുന്നു, പക്ഷേ ഇന്ന് ജനകീയ തിരച്ചിലല്ല, ജനങ്ങൾ ആരും എത്തിയിട്ടില്ല. സന്നദ്ധ പ്രവർത്തകരാണെങ്കിലും ഇന്നലെ ഒരുപാട് സന്നദ്ധ പ്രവർത്തകർ വന്ന സ്ഥലത്ത് ഇന്ന് 30 പേരോ 40 പേരോ അടങ്ങുന്ന സംഘമാണ് ചെറു ഗ്രൂപ്പുകളായി തിരഞ്ഞിട്ട് അവർ തിരച്ചിൽ നടത്തുന്നത്. ദുരന്ത ഭൂമിയിൽ ഇത് 14ാം ദിവസമാണ്. 14ാമത്തെ ദിവസം തിരച്ചിൽ നടത്തുന്നത് ആളുകൾ ഈ ഒരു യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടുക എന്നുള്ള ലക്ഷ്യം മാത്രമേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ അതാണ് യാഥാർത്ഥ്യം. കാരണം 14 ദിവസം കഴിഞ്ഞു, മണ്ണിനടിയിൽ അവരുടെ ഉറ്റവരും ഉടയവരും ഉണ്ടെന്ന് ആളുകൾ വിശ്വസിക്കുന്നു. പക്ഷേ പ്രായോഗികപരമായിട്ടും സാങ്കേതികപരമായ കാര്യങ്ങളായിട്ടും നോക്കുമ്പോൾ ഒരു മണ്ണിനടിയിൽ ഒരു മൃതദേഹാവശിഷ്ടം ഇനി ഉണ്ടാകുമോ എന്നുള്ളത് ചോദ്യമാണ്. പക്ഷേ ആളുകളുടെ ഈ ഒരു അവസ്ഥയെ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് 14ാം ദിവസവും ഈ സന്നദ്ധ പ്രവർത്തകരും പോലീസും ഫയർഫോഴ്സും അടങ്ങുന്ന സംഘം ഇവിടെ തിരച്ചിൽ നടത്തുന്നത്. പ്രധാനമായും ചൂരൽമല വില്ലേജ് ഓഫീസിനോട് ചേർന്ന് മാത്രമാണ് ഇവിടെ ഒരു തിരച്ചിൽ ഇപ്പോൾ നടക്കുന്നത്. കാരണം ഈ വയനാടിനെ നടുക്കിയ ഈ ദുരന്തത്തിൽ ഒരുപാട് മൃതദേഹങ്ങൾ വന്നടിഞ്ഞ ഒരു സ്ഥലമായിരുന്നു ചൂരൽമല വില്ലേജ് ഓഫീസ് പരിസരം. അവിടെയാണ് ഇപ്പോഴും തിരച്ചിൽ നടത്തുന്നത്. കാര്യമായ ഒരു തിരച്ചിലിൻ്റെ ദൃശ്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇവിടെ കാണുന്നില്ല. കാരണം 14 ദിവസമായല്ലോ. ജൂലൈ 28-നും അല്ലെങ്കിൽ 29-നും വലിയ മഴയായിരുന്നു ഈ നാട്ടിലൊക്കെ. അത് കഴിഞ്ഞ് ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന ദിവസം പകൽ വളരെ ശാന്തമായിരുന്നു. അത് കഴിഞ്ഞ് വളരെ അധികം ശബ്ദമൊന്നുമില്ലാത്തൊരു സ്ഥലമായി ചൂരൽമല ഉണ്ടായിരുന്നു. കാരണം മഴ പെയ്യുന്നുണ്ട് എന്നാൽ വലിയ പ്രശ്നമില്ല എന്നുള്ള തരത്തിൽ. പിന്നീട് ഇങ്ങോട്ട് വന്ന കുറച്ച് ദിവസങ്ങൾ നിലവിളിയും ആരവങ്ങളും ഉറ്റവർക്കും ഉടയവർക്കും വേണ്ടിയുള്ള കരച്ചിലുമൊക്കെ ആയിരുന്നു. 14 ദിവസമായി ഇപ്പോൾ ആളുകൾ കരഞ്ഞ് അവരുടെ കണ്ണുനീരൊക്കെ മരവിച്ചൊരവസ്ഥയിൽ ക്യാമ്പുകളിൽ ഇനി അവർക്കായിട്ട് കിട്ടിയ കുറച്ച് ഡോക്യുമെന്റ്സ് ഉണ്ട്. ഈ രേഖകൾ വീണ്ടെടുക്കണം. അതിനു വേണ്ടിയിട്ട് അവർ ക്യാമ്പുകളിൽ 3 സ്ഥലങ്ങളിലാണ്, മേപ്പാടി ഗവൺമെന്റ് സ്കൂള്, സെന്റ് ജോസഫ് സ്കൂള്, മൗണ്ട് താബോർ സ്കൂള്, ഈ 3 സ്കൂളുകളിലായിട്ട് സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥരുമായിട്ടുള്ള അവരുടെ ഒരു സംഘമുണ്ട്. അവിടെ അവരുടെ രേഖകൾ വീണ്ടെടുക്കുക. ഇനി അവർക്ക് തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരു കടലാസ് കഷ്ണമെങ്കിലും അവർക്ക് വേണമല്ലോ. അതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് നടക്കുന്നത്. തിരയാനായിട്ട് ആരും എത്തിയിട്ടില്ല. കാരണം ഇന്നലെ നമ്മൾ സംസാരിച്ച സമയത്തും പറഞ്ഞത് ഇവർക്കറിയാം, ഇവരുടെ മനസ്സിൽ ഇവർക്കറിയാം തിരഞ്ഞാലും കിട്ടില്ല, നമ്മൾക്ക് ആളുകളെ കിട്ടില്ല എന്നുള്ളത്. കാരണം യാഥാർത്ഥ്യമാണ് ഞാൻ പറയുന്നത്. കാരണം നമ്മൾ കാലം മുറിവുണക്കും എന്ന് പറയുമല്ലോ, അതിനുള്ളൊരു കാത്തിരിപ്പാണ് സത്യം പറഞ്ഞാൽ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 14 ദിവസം കഴിഞ്ഞു. ഇത് ഉണ്ടായതൊരു മണ്ണിടിച്ചിൽ മാത്രമല്ല, വലിയൊരു വെള്ളപ്പൊക്കവും ഒരു വലിയ ഉരുളുപൊട്ടിയും വന്നതാണ്. അപ്പം മണ്ണിനടിയിൽ ഉണ്ടെന്ന് ആളുകൾ വിശ്വസിക്കുന്നതാണ്. എൻ്റെ വീട് ഇവിടെ ഉണ്ടായിരുന്നു, എൻ്റെ വീട്ടിൽ ആളുകൾ ഉണ്ടായിരുന്നു, അപ്പോൾ ഇവിടെ അവർ ഉണ്ടാകുമെന്ന് അവർ വിശ്വസിക്കുന്നതാണ്. പക്ഷേ നമ്മൾ ഉദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോൾ അതിന്റെ കാണാതെ പോയ തിരിച്ചറിയാൻ കഴിയാത്ത ആളുകളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൂടി കിട്ടിയാൽ നേരത്തെ രാഹുൽ പറഞ്ഞതുപോലെ ഒട്ടൊക്കെ ആശ്വാസമാകും അല്ലെ? ഒരു തീരുമാനം ഉണ്ടാവുക അല്ലെങ്കിൽ ഒരു വ്യക്തത വരിക എന്നുള്ളത് പ്രധാനമാണല്ലോ അവരെ സംബന്ധിച്ചിടത്തോളം. അത് തന്നെയാണ്. കാരണം ഇന്നലെ അട്ടമലയിൽ നിന്ന് ഒരു എല്ലിൻ്റെ കഷ്ണമാണ് കിട്ടിയത്. പോസ്റ്റ്മോർട്ടം നടത്തി അത് മനുഷ്യൻ്റെതാണോ മൃഗത്തിൻ്റെതാണോ എന്ന് തിരിച്ചറിയണം. അതുപോലെ സൂചിപ്പാറ താഴെ ഒരു ദുർഘടമായ സ്ഥലത്ത് നിന്നും 3 ശരീരാവശിഷ്ടങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇത് കണ്ടിട്ട് ആളുകൾ പറയുന്നത് കുട്ടികളുടേതായിരിക്കും എന്നൊക്കെ. പക്ഷെ നമുക്ക് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമാണ് ഇത് മനുഷ്യൻ്റെതാണോ അതോ ഏതെങ്കിലും അവിടെ ഉണ്ടായിരുന്ന വളർത്തുമൃഗങ്ങളുടേതാണോ എന്നൊക്കെ കണ്ടെത്താൻ കഴിയുകയുള്ളൂ. ഇവിടെ ഇന്ന് 14ാം ദിവസം നിൽക്കുമ്പോൾ എനിക്ക് ഈ നാട്ടിലുള്ള ഒരാളെന്ന രീതിയിൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, വൈകാരികതയ്ക്കപ്പുറത്തേക്ക് യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടാനുള്ള ഒരു സമയമാണ് ഇനി ഇവിടെയുള്ള ആളുകൾക്ക്. ഇനി ഇവിടെയുള്ള തിരച്ചിൽ നടത്തുക എന്നുള്ളത് ആളുകളെ മനസ്സിലാക്കി കൊടുക്കുക, അല്ലെങ്കിൽ യാഥാർത്ഥ്യം എന്താണെന്ന് അവരുടെ മനസ്സിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ്. അത് എത്ര ദിവസം വേണോ അത്രയും ദിവസം ഇവിടെ ഈ തിരച്ചിൽ തുടരും. ജനകീയ തിരച്ചിലല്ല, ഉദ്യോഗസ്ഥർ ഇവിടെ ഉണ്ടാകുമെന്നുള്ളതാണ് ഉത്തരമേഖല IG സേതുരാമൻ സാർ നമ്മൾ കുറച്ചു നേരം സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതാണ് ഇവിടുത്തെ സാഹചര്യം.